What is the role of the Holy Spirit in our lives? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്താണ്? The Holy Spirit gives us peace. പരിശുദ്ധാത്മാവ് നമുക്ക് സമാധാനം നൽകുന്നു. The Bible says in John 14:27, യോഹന്നാൻ 14:27 വേദപുസ്തകം പറയുന്നു, Peace I leave with you. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. My peace I give you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. I do not give to you as the world gives. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. My peace. എന്റെ സമാധാനം. What a joy it is to receive God's peace. ദൈവത്തിന്റെ സമാധാനം സ്വീകരിക്കുക എന്നത് എത്ര സന്തോഷകരമായ അനുഭവമാണ്. In our life all we need is peace, isn't it? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം സമാധാനമല്ലേ? We go searching here and there trying to find peace. നമ്മൾ സമാധാനം കണ്ടെത്തുന്നതിനു വേണ്ടി അങ്ങുമിങ്ങും അലയുന്നു. Maybe it's in listening to music. ഒരുപക്ഷെ നമ്മൾ സമാധാനത്തിനു വേണ്ടി സംഗീതം കേൾക്കുകയാവാം. Maybe it is trying to be alone. ഒരുപക്ഷെ സമാധാനം ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുകയാവാം. Maybe it is going to a certain place where they say that you will find ഒരു peace. പ്രത്യേക സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് But പോകുകയാവാം. my dear friends, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരെ, no matter where we go, നമ്മൾ എവിടേക്ക് പോയാലും ശരി, we will never find the peace that Jesus gives യേശു നൽകുന്ന സമാധാനം നമുക്കൊരിക്കലും കണ്ടെത്തുവാൻ കഴിയില്ല. unless we go to Jesus himself. നമ്മൾ യേശുവിന്റെ അരികിലേക്ക് ചെന്നാൽ മാത്രമേ ആ സമാധാനം കണ്ടെത്താനാവൂ. That is why he says, I give you my peace. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. He doesn't say come and നിങ്ങൾ take വന്ന് it, എന്നിൽ നിന്ന് സമാധാനം സ്വീകരിക്കൂ എന്ന് യേശു but പറയുന്നില്ല. he says, I give you my peace. യേശു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. All we need to do is have the Holy Spirit in us, നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, പരിശുദ്ധാത്മാവിനെ നാം നമ്മുടെ ഉള്ളിൽ പ്രാപിക്കണം. and God's peace will rest in us. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മിൽ വന്ന് വസിക്കും. Many times as young people we go through loneliness. പലപ്പോഴും യുവജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു. Maybe it is because we are misunderstood by the people around us, ഒരുപക്ഷെ അതിന് കാരണം നമുക്ക് ചുറ്റിലുമുള്ളവർ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കാം. which makes us feel like we are the only ones who know what we are going through. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമുക്ക് മാത്രമേ മനസ്സിലാകൂ എന്നിങ്ങനെ ചിന്തിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. Or maybe you're rejected by your friends or your family or your relatives. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹിതന്മാരാൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാൽ അല്ലെങ്കിൽ ബന്ധുക്കളാൽ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടിരിക്കാം. Which makes you feel all alone. അത് നിമിത്തം നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. Or you may be living away from your family or your loved ones. അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് ജീവിക്കുകയാവാം. During this time, ഈ കാലഘട്ടത്തിൽ we tend to overthink about all our problems, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. all our weaknesses, നമ്മുടെ ബലഹീനതകളെക്കുറിച്ചും all our failures, അതുപോലെ നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചും what all is lacking in our life. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചും. And it creates so much of a burden that we are not able to bear in our hearts. അത് നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം ഭാരമുണ്ടാക്കുന്നു. അത് നമുക്ക് സഹിക്കാനാവുന്നില്ല. It feels so heavy. നമുക്കത് വളരെയധികം ഭാരമുള്ളതായി തോന്നുന്നു. And we wonder, who can I tell it to? ഇതെല്ലാം എനിക്ക് ആരോടാണ് പറയുവാൻ കഴിയുക എന്നിങ്ങനെ ചിന്തിച്ച് നമ്മൾ വളരെയധികം ഭാരപ്പെടുന്നു. In those moments we may not have friends to share it to. അത്തരം സാഹചര്യങ്ങളിൽ നമുക്കത് പങ്കുവയ്ക്കുവാൻ സ്നേഹിതന്മാർ ഉണ്ടായിരിക്കില്ല. We may not have family to tell it to. അതെല്ലാം കുടുംബത്തോട് പറയാമെന്ന് വിചാരിച്ചാൽ കുടുംബവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കില്ല. We may think they may not understand. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. Or we may think, why should I burden them with my problems? ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്റെ പ്രശ്നങ്ങളെല്ലാം അവരോട് പറഞ്ഞ് ഞാൻ എന്തിനാണ് അവരെ ഭാരപ്പെടുത്തുന്നത്? I face something similar in my life. എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. When I was studying for my bachelor's degree, I had to stay alone in a different place. ഞാൻ ബാച്ചിലർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു. During that time, I had an argument with my friend. ആ സമയത്ത് എന്റെ കൂട്ടുകാരിയുമായി എനിക്ക് ഒരു തർക്കമുണ്ടായി. And I had so many feelings during that time. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരുപാട് വിചാരങ്ങൾ ഉയർന്നു വന്നു. So many emotions in my heart. എൻ്റെ ഹൃദയത്തിൽ നിരവധി വിചാരങ്ങൾ ഉണ്ടായിരുന്നു. I felt so hurt. എനിക്ക് വളരെയധികം വേദനിച്ചതുപോലെ തോന്നി. I felt so sad. എനിക്ക് വളരെ ദുഃഖം തോന്നി. I felt angry. എനിക്ക് വളരെ ദേഷ്യം തോന്നി. And I felt lonely. മാത്രമല്ല ഞാൻ ഒറ്റപ്പെട്ടെന്ന് എനിക്ക് തോന്നി. And I felt like there was no one around me to share it with.
അതെല്ലാം പങ്കുവയ്ക്കുവാൻ എൻ്റെ ചുറ്റിലും ആരുമില്ലെന്ന് എനിക്ക് തോന്നി. My heart was feeling like it was going to burst. എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുവാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നി. I was having so much of tears in my eyes. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. And I just needed someone to comfort me. എന്നെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് ഏതെങ്കിലും ഒരാളെ ആവശ്യമായിരുന്നു. I wanted to call my mom ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുവാൻ ആഗ്രഹിച്ചു. and telling her everything that happened so that she'll say something to soothe me. സംഭവിച്ചതെല്ലാം അമ്മയോട് പറയുകയാണെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ അമ്മ എന്തെങ്കിലും പറയുമല്ലോ. But then I thought, she's so far away, she may be doing ministry, I don't want to എന്നാൽ bother her. പിന്നീട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അമ്മ വളരെ ദൂരത്തായിരിക്കും, ശുശ്രൂഷ ചെയ്യുകയായിരിക്കും, എന്തിനാണ് ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? And even if I tell her, she'll feel bad because she's so far away from me and she may think that I have to go through it alone. ഞാൻ ഇതെല്ലാം അമ്മയോട് പറഞ്ഞാലും അമ്മയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല, അമ്മ വളരെ ദൂരത്താണല്ലോ, ഇതെല്ലാം ഞാൻ തനിച്ച് സഹിക്കണമല്ലോ എന്നോർത്ത് അമ്മയും വിഷമിക്കും. So then I turned to God. അതുകൊണ്ട് പിന്നീട് ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. Many times God puts us in situations like that so that we turn to Him. പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമല്ലോ. Taking everybody away from us so that we turn to Him. ദൈവം നമ്മിൽ നിന്ന് എല്ലാവരെയും അകറ്റിക്കളയും. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. So I started to pour out my heart to Him. അതുകൊണ്ട് എൻ്റെ ഹൃദയ വിചാരങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ പകരുവാൻ ആരംഭിച്ചു. Every thought that I felt, every word that I felt, I started to share it one by one. എൻ്റെ ഹൃദയത്തിൽ തോന്നിയ എല്ലാ ചിന്തകളും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന എല്ലാ വാക്കുകളും ഞാൻ ദൈവസന്നിധിയിൽ ഒന്നൊന്നായി പകർന്നു. Every little feeling of anger, എൻ്റെ സകല വിചാരങ്ങളും, എൻ്റെ സകല കോപവും, hurt, എൻ്റെ സകല വേദനയും, sadness, ദുഃഖവും, loneliness, ഏകാന്തതയും, I told Him. ഞാൻ അതെല്ലാം ദൈവത്തോട് പറഞ്ഞു, എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. And as I started to share every little worry, ഞാൻ എല്ലാ ചെറിയ വിഷമങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ I felt the heaviness in my heart started to fade away one by one. എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഒന്നൊന്നായി എന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. My heart started to get lighter and lighter after every word that I shared with God. ക്രമേണ സകല കാര്യങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞു വരുവാൻ തുടങ്ങി. By the end of my prayer, I felt so light. പ്രാർത്ഥനയുടെ അവസാനം ഹൃദയത്തിന്റെ ഭാരം വളരെയധികം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. There was a calmness in my heart. എൻ്റെ ഹൃദയത്തിൽ ഒരു ശാന്തത ഉണ്ടായി. I knew that there was God's peace filling my heart. ദൈവത്തിന്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. Not only that, അത് മാത്രമല്ല, He taught me what to do next, അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. how I should react, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്നും what I should say to my ഞാൻ എൻ്റെ friend, കൂട്ടുകാരിയോട് എന്ത് പറയണമെന്നും ദൈവം എന്നെ പഠിപ്പിച്ചു. what I should do to make it right. അതെല്ലാം നേരെയാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നും ദൈവം എനിക്ക് പറഞ്ഞു തന്നു. He put me in the right mindset to face what I had to do next. ഞാൻ അടുത്തതായി എന്ത് ചെയ്യണം, അതിനുവേണ്ടി ദൈവം എനിക്ക് ശരിയായ മനോഭാവം നൽകി. He not only soothed me, ദൈവം എനിക്ക് സാന്ത്വനം പകരുക മാത്രമല്ല ചെയ്തത്, comforted me with His peace, ദൈവം തന്റെ സമാധാനത്താൽ എന്നെ ആശ്വസിപ്പിച്ചു. but He taught me what to do next. എന്നാൽ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. That is the speciality of God. അതാകുന്നു ദൈവത്തിന്റെ സവിശേഷത. The peace of God, not as the world gives, ദൈവത്തിന്റെ സമാധാനം എന്നത് ലോകം തരുന്ന സമാധാനം പോലെയല്ല, but God's peace. എന്നാൽ അത് ദൈവത്തിന്റെ സമാധാനമാണ്. Many times we turn to our friends for advice, പലപ്പോഴും ഉപദേശത്തിന് വേണ്ടി നാം നമ്മുടെ സ്നേഹിതന്മാരിലേക്ക് തിരിയുന്നു. and they'll say more things that we don't want to hear. നമ്മൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കൂടുതലായി അവർ നമ്മോട് പറയുക. Instead of helping us, they'll make everything worse. നമ്മെ സഹായിക്കുന്നതിന് പകരം അവർ നമ്മുടെ അവസ്ഥ കൂടുതൽ മോശമാക്കി തീർക്കും. Or it may be full of negativity. അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിഷേധാത്മകത്വം നിറഞ്ഞിരിക്കും. I told you not to do this. ഇത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? See what happened. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. They laugh at you and go away. അവർ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും, സ്ഥലം വിടുകയും ചെയ്യും. Those words will make us more confused and hurt us even more. ആ വാക്കുകൾ നമ്മിൽ ആശയക്കുഴപ്പം ജനിപ്പിക്കും, നമ്മെ കൂടുതലായി വേദനിപ്പിക്കുകയും ചെയ്യും. But when we share our worries to God, എന്നാൽ നാം നമ്മുടെ വിഷമങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ, our mistakes to God, നമ്മുടെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, our troubles to God, നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തെ അറിയിക്കുമ്പോൾ, He gives us His peace.
ദൈവം തന്റെ സമാധാനം നമുക്ക് നൽകുന്നു. and delivers us from our trouble, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നു. showing us the way for us to handle it and go through it. സകലതും ഭംഗിയായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. So today, if you are in this situation, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ the God of peace will come into you സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരും. and deliver you from your trouble, നിങ്ങളുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. showing you the way you need to go. നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട്